നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിലെ ട്രാഫിക് കുരുക്കും അപകടകരമായ ഡ്രൈവിംഗും മയക്കുമരുന്ന് ശൃംഖലയും ഒരുപോലെ ലക്ഷ്യമിട്ട് പോലീസ് കർശന നടപടിയിലേക്ക്. റിസോർട്ടിൽ നിന്നും കാർ മോഷണം ചെയ്ത് കടന്നുകളഞ്ഞ ജീവനക്കാരനെ പോലീസ് പിടികൂടി. ഇത്തവണ വീണ്ടും അർജന്റീന കപ്പടിക്കും. ഈ ലോകകപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിറകിൽ നിന്നും മുന്നിലേക്ക് എത്തുന്ന അർജന്റീന ടീമിനെയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് MP. കൊന്തടി പഞ്ചായത്തിന്റെ ഭാഗമായ പന്നിയാർകുട്ടി കവലയിൽ മാലിന്യക്കൂമ്പാരം നിറഞ്ഞുകിടക്കുന്നതിനാൽ പരിസരം ദുർഗന്ധപൂരിതമായി. വിശദമായ വാർത്തകളിലേക്ക്. ട്രാഫിക് കുരുക്കും അപകടകരമായ ഡ്രൈവിംഗും മയക്കുമരുന്ന് ശൃംഖലയും ഒരുപോലെ ലക്ഷ്യമിട്ട് പോലീസ് കർശന നടപടിയിലേക്ക്. മൂന്നാറിലെ പ്രത്യേക അവലോകന യോഗത്തിന് പിന്നാലെ DIG യതീഷ് ചന്ദ്രയുടെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ വ്യാപക പരിശോധനകളും ശക്തമായ നടപടികളും ഉണ്ടാകുമെന്ന് DIG യതീഷ് ചന്ദ്ര. മൂന്നാറിലെ DYSP, ഇൻസ്പെക്ടർമാർ, SIമാർ എന്നിവരുടെ യോഗത്തിൽ ട്രാഫിക് നിയന്ത്രണം, ഓപ്പറേഷൻ തൂഫാൻ, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ വിശദമായി വിലയിരുത്തി. ടൂറിസം കേന്ദ്രമായ മൂന്നാറിൽ ഗതാഗതക്കുരുക്കും അപകടകരമായ ഡ്രൈവിംഗും നിയന്ത്രിക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയതായും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ മാറ്റം പ്രകടമാകുമെന്നും DIG അറിയിച്ചു. ഇന്ന് നമ്മൾ ഒരു മീറ്റിംഗ്, ഇവിടുത്തെ എല്ലാ DYSPമാർ, ഇൻസ്പെക്ടർമാർ, SIമാരായിട്ട് ഒരു മീറ്റിംഗ് ചേർന്നു. ഈ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങൾ പറഞ്ഞ ഈ പ്രശ്നം ഉൾപ്പെടെ പല പ്രശ്നങ്ങൾ, ഞങ്ങൾ ഓപ്പറേഷൻ തൂഫാനിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ ഇപ്പോൾ വേറെ ട്രെയിനിങ് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെല്ലാം വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊരു ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ വിവിധ വാഹനങ്ങളിൽ അപ്രതീക്ഷിത പരിശോധനകൾ തുടരും. മദ്യപിച്ച സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവർമാർക്കെതിരെ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പരിശോധനകൾ മുൻകൂട്ടി അറിയിക്കില്ലെന്നും DIG വ്യക്തമാക്കി. ട്രാഫിക് പ്രശ്നത്തിന് ദീർഘകാല പരിഹാരം അടിസ്ഥാന സൗകര്യ വികസനമാണെങ്കിലും നിലവിലെ ഗതാഗതക്കുരുക്ക് പരമാവധി കുറയ്ക്കാൻ പോലീസ് എല്ലാ സംവിധാനങ്ങളും വിനിയോഗിക്കുമെന്നും DIG യതീഷ് ചന്ദ്ര വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. റിസോർട്ടിൽ നിന്നും കാർ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ ജീവനക്കാരനെ പോലീസ് പിടികൂടി. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശിയായ സയ്യിദ് മുഹമ്മദ് റഫീഖിനെയാണ് ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗ്യാപ് റോഡിലുള്ള വ്യൂ മൂന്നാർ റിട്രിസ്റ്റ് എന്ന റിസോർട്ടിലെ ഫ്രണ്ട് ഓഫീസ് മാനേജറായി ജോലി ചെയ്തിരുന്ന തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശിയായ സയ്യിദ് മുഹമ്മദ് റഫീഖ കഴിഞ്ഞ 13-ാം തീയതി രാത്രിയിൽ കമ്പനി വാഹനമായ സ്വിഫ്റ്റ് കാർ മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. മോഷണത്തിന് ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സാധ്യമായിരുന്നില്ല. മൂന്നാർ DYSP ചന്ദ്രകുമാർ എസിന്റെ നിർദ്ദേശാനുസരണം അന്വേഷണം ഊർജിതമാക്കിയ ശാന്തൻപാറ പോലീസ് മധുരയിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മോഷണം പോയ കാർ ഇയാളുടെ കൈവശത്ത് നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ശാന്തൻപാറ ഇൻസ്പെക്ടർ ശരത്ലാൽ S, സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ് M, മഹേഷ് R എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടി കാർ വീണ്ടെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, പൂപ്പാറ. 100% ഇത്തവണ വീണ്ടും അർജന്റീന കപ്പടിക്കും. 21 മത്സരങ്ങൾ കണ്ട ആളാണ് താനെന്നും ഈ ലോകകപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിറകിൽ നിന്ന് മുന്നിലേക്ക് എത്തുന്ന അർജന്റീന ടീമിനെയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. അർജന്റീന മത്സരിച്ച എല്ലാ കളികളും പിറകിൽ നിന്നും പൊരുതി കയറുകയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനം നടന്ന സെമിഫൈനൽ ഒരു ത്രില്ലർ സിനിമ കാണുന്ന പ്രതീതി ജനിപ്പിച്ചു. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ടീമുകളാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. കളിയിൽ രാഷ്ട്രീയമില്ലെന്നും ഞാനും മണിയാശാനുമെല്ലാം അർജന്റീനയുടെ ആരാധകരാണെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അടിമാലിയിലെത്തിയ MP ഫുട്ബോൾ വിശേഷങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നു. 100% ഇത്തവണ അർജന്റീന വീണ്ടും കപ്പടിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള എല്ലാ കളികളും. ഞാനിതുവരെ 21 മത്സരങ്ങൾ കണ്ട ആളാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിറകിൽ നിന്നും മുന്നിലേക്ക് എത്തുന്ന അർജന്റീന എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ഗോൾ അടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ടീമിന് മേധാവിത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ടീം വിജയിക്കുന്ന ഒരു പതിവ് രീതി വിട്ടിട്ട് അർജന്റീനയുടെ എല്ലാ കളിയിലും അവർ പിറകിൽ നിന്നും മുന്നിലേക്ക് പൊരുതി കയറി വരികയാണ്. ഏറ്റവും അവസാനത്തെ സെമി ഫൈനൽ മത്സരം എന്ന് പറയുന്നത് ഒരു ത്രില്ലർ സിനിമ കാണുന്ന വിധത്തിൽ തന്നെ സെമി ഫൈനലിൻ്റെ മുഴുവൻ ആവേശവും ആ മത്സരത്തിൽ കൊണ്ടുവരാനും
സുപ്രധാനം ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ഏറ്റവും കരിയർ ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള പെർഫോമൻസിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുന്ന ഈ വേൾഡ് കപ്പ് തീർച്ചയായും ഫൈനലിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ ഒരു ടെൻഷനും ഇല്ലാതെ അർജന്റീനയ്ക്ക് വിജയിച്ച് വരാൻ പറ്റുന്ന വിധത്തിലാണ്. സ്പെയിൻ നല്ല ടീമാണ്. ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് 2 ടീമുകൾ തമ്മിലാണ് ഫൈനലിൽ പോരാട്ടം നടക്കുന്നത്. ഫ്രാൻസിനെ പോലും പരാജയപ്പെടുത്തി കളി മികവിൻ്റെ പേരിൽ നല്ല ഒത്തിണക്കത്തോടു കൂടിയാണ് സ്പെയിൻ വരുന്നത്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലൊന്നും യാതൊരു അഹങ്കാരമോ ഇനി അതല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ ഒരു അമിത ആഹ്ലാദമോ ഒന്നുമില്ല. പരിചയസമ്പന്നരായ കളിക്കാരാണ്, നല്ല ഒത്തിണക്കമുണ്ട്. കോച്ച് സ്കോളോണിയുടെ എല്ലാ തന്ത്രങ്ങളും ഇതുവരെ വിജയിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ മെസ്സി അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. യാതൊരു തരത്തിലും ഇപ്പം ഒരു ഗോള് പുറകിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് പുറകോട്ട് പോകുന്ന സ്ഥിതിയില്ല. അവസാന നിമിഷം വരെയും പൊരുതി കയറി വന്ന് മത്സരം ജയിക്കാനുള്ള ശേഷി പ്രകടിപ്പിക്കുന്ന ആ ഒരു മികവിൽ തന്നെയാണ് ചാമ്പ്യൻ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കളി മികവിൻ്റെ വിജയം ഫൈനലിലും ആവർത്തിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് എനിക്ക്. പന്നിയാർകുട്ടി ജംഗ്ഷനിൽ മാലിന്യക്കൂമ്പാരം. കൊന്നത്തടി പഞ്ചായത്തിന്റെ ഭാഗമായ പന്നിയാർകുട്ടി കവലയിൽ മാലിന്യക്കൂമ്പാരം നിറഞ്ഞു കിടക്കുന്നതിനാൽ പരിസരം ദുർഗന്ധപൂരിതമായി. അടിയന്തരമായി മാലിന്യ നിക്ഷേപങ്ങൾ അവിടെ നിന്നും മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വൃത്തിയുള്ള ചിന്ത, വൃത്തിയുള്ള പ്രവൃത്തി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കൊന്നത്തടി പഞ്ചായത്തിന്റെ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിരിക്കുന്നതിന്റെ പരിസരത്താണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. മാലിന്യങ്ങൾ മഴവെള്ളവുമായി ചേർന്ന് ദുർഗന്ധമുണ്ടാകുന്നത് വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. 2018 മണ്ണിടിച്ചിലുണ്ടായി പന്നിയാർകുട്ടി എന്ന ഒരു ഗ്രാമം തന്നെ നാമാവശേഷമായ പ്രദേശത്താണ് മാലിന്യക്കൂമ്പാരം. വീതിയുള്ള റോഡായതിനാൽ തടിലോഡ് വണ്ടി അടക്കമുള്ള നിരവധി വാഹനയാത്രികരും അവിടെ വണ്ടി നിർത്തിയിടാറുണ്ട്. അടിയന്തരമായി മാലിന്യ നിക്ഷേപങ്ങൾ അവിടെ നിന്നും മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, രാജാക്കാട്. ഹൈറേഞ്ച് മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച 2 ജനകീയ നേതാക്കളുടെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി പൂപ്പാറയിൽ അനുസ്മരണ ദിനാചരണം നടന്നു. അന്തരിച്ച CPIM നേതാക്കളായ TJ ഷൈൻ, P മുത്തുകൃഷ്ണൻ എന്നിവരുടെ സംയുക്ത അനുസ്മരണ ദിനാചരണമാണ് പൂപ്പാറയിൽ നടന്നത്. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞ ഇരു നേതാക്കളുടെയും വിയോഗം പാർട്ടിക്കും ഹൈറേഞ്ചിലെ കർഷക തോട്ടം തൊഴിലാളി സമൂഹത്തിനും നികത്താനാവാത്ത നഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജൂലൈ 17, 18 തീയതികളിലായി ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തിയ മരണം കവർന്നെടുത്തത് ഹൈറേഞ്ചിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ 2 കരുത്തുറ്റ തൂണുകളെയായിരുന്നു. ജനകീയ മുഖമായിരുന്ന TJ ഷൈന്റെയും സാധാരണക്കാരുടെ സഖാവായിരുന്ന P മുത്തുകൃഷ്ണന്റെയും ഇവരുടെ വേർപാടിന്റെ ഓർമ്മ പുതുക്കലായിരുന്നു പൂപ്പാറയിൽ നടന്ന സംയുക്ത അനുസ്മരണ സമ്മേളനം. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ചവരായിരുന്നു ഇരു നേതാക്കളുമെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മാർക്സിയം ദർശനം എന്ന് പറയുക അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥ തകർത്ത് തൊഴിലാളി വർഗത്തിന് നേതൃത്വമുള്ള ഭരണകൂട വ്യവസ്ഥ സ്ഥാപിക്കാൻ കഴിയും എന്ന് ലോക ജനതയ്ക്ക് കാട്ടിക്കൊടുക്കുന്ന ദർശനമാണ് മാർക്സിയം ദർശനം. ഒട്ടേറെ ദാർശനികമായ ചിന്തകളും ദാർശനികമായ ആശയങ്ങളും ഉണ്ടെങ്കിൽ മാർക്സിയം ദർശനത്തിന്റെ പ്രത്യേകത പണിയെടുക്കുന്നവന്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പാതയിൽ ഉയർത്തിപ്പിടിക്കുന്ന ദർശനമാണ്. CPIM ശാന്തൻപാറ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായും HRTT യൂണിയൻ ട്രഷററായും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും മികച്ച പ്രവർത്തനമാണ് TJ ഷൈൻ കാഴ്ചവെച്ചത്. തോട്ടം മേഖലയിലെ ജനങ്ങളുടെ ഓരോ സ്പന്ദനവും അറിഞ്ഞു പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹം. CPIM ഏരിയ കമ്മിറ്റി അംഗമായും പൂപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും പ്രവർത്തിച്ച P മുത്തുകൃഷ്ണൻ പൂപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ സമരങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു. ഇവരുടെയും അകാലത്തിലുള്ള വിയോഗം സൃഷ്ടിച്ച ശൂന്യത ചെറുതല്ലെന്ന ചടങ്ങിൽ പങ്കെടുത്തവർ ഓർമ്മപ്പെടുത്തി. നേതാക്കളായ NP സുനിൽകുമാർ, VN മോഹനൻ, VV ഷാജി, തിലോത്തമ സോമൻ, സേനാപതി ശശി, NR ജയൻ, VA കുഞ്ഞുമോൻ, VX ആൽവിൻ, ജിമ്മി ജോർജ്, KK സജികുമാർ, ലിജു വർഗീസ, MI സെബാസ്റ്റ്യൻ, അനീഷ് T കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുൻപിൽ നിരവധി പാർട്ടി പ്രവർത്തകരും തോട്ടം തൊഴിലാളികളും പൂപ്പാറയിലെ അനുസ്മരണ നഗരിയിലേക്ക് ഒഴുകിയെത്തി. സിറ്റി വിഷൻ, പൂപ്പാറ. ലഹരി വസ്തുക്കൾക്കെതിരെ കായിക കരുത്തിന്റെ പ്രതിരോധം തീർത്ത് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വേൾഡ് കപ്പ് ഹംഗാമ കായിക പ്രേമികൾക്ക് ആവേശമായി മാറി. ലഹരിയോട് നോ പറയാം, ഫുട്ബോളിനെ ലഹരിയാക്കാം എന്ന കരുത്തുറ്റ സന്ദേശവുമായി വിദ്യാർത്ഥികൾ ബൂട്ട് കെട്ടിയപ്പോൾ മൈതാനത്ത് പിറന്നത് ഫുട്ബോൾ വസന്തം. ചിരവൈരികളായ ബ്രസീലും അർജന്റീനയും നേർക്കുനേർ വന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അർജന്റീന കിരീടം ചൂടി.
മൈതാനത്ത് പന്തുരുളുമ്പോൾ നെഞ്ചിടിപ്പേറുന്ന മലയാളികൾക്ക് ഫുട്ബോൾ വെറും ഒരു കളിയല്ല, മറിച്ച് അതൊരു ലഹരി തന്നെയാണ്. എന്നാൽ ആ ലഹരി കളിക്കളം വിട്ട് ലഹരി വസ്തുക്കളിലേക്ക് പടരരുതെന്ന വലിയൊരു സന്ദേശമാണ് NRCT SNVHSS സ്കൂൾ മുറ്റം ലോകത്തിന് നൽകിയത്. ക്യാമ്പസുകളെ വിഴുങ്ങുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പന്തുകൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു ഇവിടെ വിദ്യാർത്ഥികൾ. ലോകകപ്പിന്റെ ആവേശം ഒട്ടും ചോരാതെ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ പ്രമുഖ ടീമുകളുടെ ഔദ്യോഗിക ജേഴ്സികൾ അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ കളത്തിലിറങ്ങിയത്. മെസ്സിയും നെയ്മറും റൊണാൾഡോയും എംബാബയുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട ജേഴ്സിയിലൂടെ മൈതാനത്ത് പുനർജനിച്ചപ്പോൾ കാണികളും ആവേശത്തിലായി. മത്സരങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ജെയിൻ KP നിർവഹിച്ചു. പുതുതലമുറ കായിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടതിന്റെയും ലഹരിക്കെതിരെ പോരാടേണ്ടതിന്റെയും പ്രാധാന്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മുടെ ഒരു ക്ലാസ് പരിചയോടുകൂടി ഇതുപോലുള്ള മത്സരങ്ങൾ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരെയും ശക്തി തെളിയിക്കുന്ന ഒരു ഏറ്റവും മികച്ച ഒരു ഗെയിം തന്നെയാണ് ഫുട്ബോൾ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫുട്ബോളിൽ ഞാൻ നേരത്തെ തൊട്ട് കാണികളെ മുൻമുനയിൽ നിർത്തിയ ടൂർണമെന്റിലെ ഫൈനൽ പോരാട്ടത്തിൽ പരമ്പരാഗത വൈരികളായ ബ്രസീലും അർജന്റീനയുമാണ് മാറ്റുരച്ചത്. കളിയിലുടനീളം ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ബ്രസീലിയൻ പ്രതിരോധ കോട്ടയെ തകർത്ത് അർജന്റീന ലക്ഷ്യം കണ്ടു. ഒടുവിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബ്രസീലിനെ തറപറ്റിച്ച അർജന്റീന കനക കിരീടത്തിൽ മുത്തമിട്ടു. ഫുട്ബോൾ പരിശീലകൻ ജോജിയുടെ കൃത്യമായ നിയന്ത്രണത്തിലാണ് ആവേശകരമായ മത്സരങ്ങൾ അരങ്ങേറിയത്. PTA പ്രസിഡന്റ് ഉല്ലാസ് VN, റെജി OS, KR ശ്രീനി, A സുനിൽകുമാർ, ഷൈനു സുകേഷ് എന്നിവർക്കൊപ്പം അധ്യാപകരും വിദ്യാർത്ഥികളും പ്രദേശവാസികളും മൈതാനത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു. ലഹരിയുടെ ഇരുണ്ട വഴികളിലേക്ക് പുതിയ തലമുറ വീഴാതിരിക്കുവാൻ കളിക്കളങ്ങളെ നെഞ്ചിലേറ്റണമെന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ കുട്ടി ലോകകപ്പ് മുന്നോട്ട് വെച്ചത്. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോട് കൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ
ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും വിരമിച്ച അധ്യാപകർക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. OMLP സ്കൂളിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം ICDS മുൻ സൂപ്പർവൈസർ ലളിത ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും വിരമിച്ച അധ്യാപകർക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. OMLP സ്കൂളിൽ വെച്ചാണ് യാത്രയയപ്പ് സമ്മേളനം നടന്നത്. ICDS സൂപ്പർവൈസർ സ്നേഹ സേവ്യർ അധ്യക്ഷയായി. ICDS മുൻ സൂപ്പർവൈസർ ലളിത ഉദ്ഘാടനം ചെയ്തു. വത്സമ്മ ജേക്കബ്, വത്സമ്മ PM, അച്ചമ്മ ജോർജ്, വിജയകുമാരി, അന്നമ്മ എന്നീ അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ജോലി സമയത്തുണ്ടായ അനുഭവങ്ങൾ അവർ പങ്കുവച്ചു. സഹപ്രവർത്തകരുടെ സ്നേഹോപഹാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. സൂപ്പർവൈസർമാരായ ലിസി ജേക്കബ്, ആരതി, ഷീല, ഷൈല, ബ്ലോക്ക് കോർഡിനേറ്റർ മിലു, ലീഡർ സുബിന്ദു, യമുന രഘുനാഥ്, ഷീബ മാത്യു, അന്നമ്മ, കുഞ്ഞുമോൾ എന്നിവർ പ്രസംഗിച്ചു. വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് സാമ്പത്തിക സ്വാശ്രയത്വം അനിവാര്യമാണെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ ഹൈറേഞ്ച് NSS യൂണിയൻ സംഘടിപ്പിച്ച വനിതാ സ്വയം സഹായ സംഘ ഭാരവാഹികളുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ സമുദായ അംഗവും തൊഴിൽ അന്വേഷകരായി നടക്കാതെ മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുവാൻ പ്രാപ്തിയുള്ളവരായി മാറണം. സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കൊപ്പം വലിയ വ്യവസായ സംരംഭങ്ങൾക്ക് പങ്കാളിയാകുവാനും നേതൃത്വം വഹിക്കുവാനും കഴിയണം. കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ ജീവിതം വിജയപ്രദമാക്കുവാൻ കഴിയുള്ളൂ എന്നും സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരസ്പര സഹായത്തിലൂടെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഇപ്പോഴും പ്രതിസന്ധികൾ പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് നമ്മൾക്ക് ആരും അവകാശപ്പെടുവാൻ സാധിക്കും. അതൊരിക്കലും പ്രതിസന്ധികൾ അവസാനിക്കില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം പ്രതിസന്ധികൾ എപ്പോഴും ഓരോ രൂപത്തിൽ നമ്മളെ എത്തിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ നേരിടുക എന്നുള്ളതാണ് നമ്മളുടെ മുഖ്യം. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥ. അത് പരിഹരിക്കുക എന്നുള്ളത് മറ്റാരുടെയും കർത്തവ്യമല്ല, നമ്മളുടേത് തന്നെയാണ്. നമ്മളുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ തന്നെ ചുമതല. കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ധാരാളം ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് സർവീസിൽ ഉൾപ്പെടെയുള്ള ധാരാളം ജോലി സാധ്യതകൾ പ്രതീക്ഷിക്കുകയും ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായെങ്കിൽ ഇന്ന് പുതിയ പുതിയ ഭരണകർത്താക്കൾ വരുമ്പോൾ, സംവരണത്തിൽ പുതിയ പുതിയ മാനദണ്ഡങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ജനാധിപത്യ അടിസ്ഥാന ജനസംഖ്യാ അനുപാതത്തിലുമൊക്കെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും മതത്തിന്റെയും ഒക്കെ പേരിൽ വീതം വെച്ചു പോകുമ്പോൾ അവിടെയൊക്കെ നായർ സമുദായം ഒക്കെ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് KN സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് വ്യവസായ കേന്ദ്രം ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ KR അരുൺകുമാർ വിവിധങ്ങളായ സംരംഭങ്ങളെക്കുറിച്ച് അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഫെഡറൽ ബാങ്ക് മൈക്രോ ക്രെഡിറ്റ് ഓഫീസർ ധനുഷ് കുമാർ വിവിധ വായ്പാ പദ്ധതികൾ വിശദീകരിച്ചു. താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ PC സന്തോഷ് കുമാർ, യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി M നായർ, സെക്രട്ടറി ഓമന ബാബുലാൽ, MSS കോർഡിനേറ്റർ KB ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇൻഫാം ഉപ്പുതറ കാർഷിക താലൂക്ക് അസംബ്ലി സംഘടിപ്പിച്ചു. ഉപ്പുതറ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് ഇൻഫാം ഹൈറേഞ്ച് മേഖലാ ഡയറക്ടർ ഫാദർ റോബിൻ പട്രക്കാലായിൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഗ്രാമത്തിലെ സാധ്യതകൾ, ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ പഠിക്കുകയും വിലയിരുത്തുകയും ഗ്രാമതലത്തിൽ പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും കുടുംബാംഗങ്ങളുടെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ട പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് താലൂക്ക് അസംബ്ലി സംഘടിപ്പിച്ചത്. ഇൻഫാം ഉപ്പുതറ താലൂക്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 9 ഗ്രാമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് താലൂക്ക് അസംബ്ലിയിൽ പങ്കെടുത്തത്. താലൂക്ക് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പെരുനിലത്ത് അധ്യക്ഷത വഹിച്ചു. ഹൈറേഞ്ച് മേഖലാ ഡയറക്ടർ ഫാദർ റോബിൻ പട്രക്കാലായിൽ ഉദ്ഘാടനം ചെയ്തു. ഈ താലൂക്ക് സമ്മേളനത്തിലെ അസംബ്ലിയിലെ താലൂക്ക് ഭാരവാഹികളും ഇന്ന് പ്രത്യേകമായിട്ട് ജില്ലയിൽ നിന്നുമായി വന്നിരിക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും ആയിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ചർച്ച അതാണ് വിജയപ്രദമായിട്ട് നമ്മൾ കൊച്ചു യൂണിറ്റുകളിലെ അസംബ്ലിക്ക് ശേഷം ഗ്രാമസമിതികളിലെ അസംബ്ലി കൂടി അതിനുശേഷം താലൂക്കിൽ വന്ന് നമ്മൾ അസംബ്ലിക്ക് വേണ്ടി ഒന്നുചേരുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും യൂണിറ്റ് തലം വരെ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നാം
പ്രതിസന്ധിയെ കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താലൂക്കുമായിട്ടും കൂടി ചർച്ച ചെയ്ത് യൂണിറ്റ് തലത്തിലും ഗ്രാമസമിതി തലത്തിലും അസംബ്ലി കൂടി നാടിന്റെ വികസനത്തിന് ആവശ്യമായ ചർച്ചകൾക്ക് ശേഷമാണ് താലൂക്ക് അസംബ്ലി സംഘടിപ്പിച്ചത്. ഉപ്പുതറ, ആലമ്പള്ളി, ചിന്നാർ, ചെമ്മണ്ണ്, മരിയാഗിരി, രാജഗിരി, പുളിങ്കട്ട, പുളിക്കാനം, ഉളുപ്പുണി എന്നീ യൂണിറ്റുകളിലെ സെക്രട്ടറിമാർ അവതരിപ്പിച്ച റിപ്പോർട്ടിന് ശേഷം പൊതു ചർച്ചയും നടന്നു. വിവിധ തരം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സുഗന്ധവ്യഞ്ജനങ്ങളും കൊണ്ട് അലങ്കരിച്ച മേശകൾ ഏറെ ആകർഷകമായിരുന്നു. താലൂക്ക് രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലായ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. താലൂക്ക് കോർഡിനേറ്റർ ജോസ് വടക്കേടത്ത് വിഷയാവതരണം നടത്തി. സിസ്റ്റർ ആനി ജോൺ SH, സന്തോഷ് കോട്ടിരിക്കൽ, തോമസ് തുപ്പലഞ്ഞിയിൽ, PV മാത്യു, ആലീസ് ചെറുപറമ്പിൽ, എൽസമ്മ പുലിക്കുഴിയിൽ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാമത് ഉമ്മൻചാണ്ടി അനുസ്മരണവും ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും ഇടുക്കി MLA റോയ് കെ പൗലോസിന് സ്വീകരണവും നൽകി. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും ഇടുക്കി MLA റോയ് കെ പൗലോസിന് സ്വീകരണവും നൽകി. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷത വഹിച്ചു. യോഗം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന CP മാത്യു ഉദ്ഘാടന പ്രസംഗത്തിൽ അനുസ്മരിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് മാത്രമല്ല, കേരളത്തിലെ വിവിധ വകുപ്പുകൾ അഭ്യന്തരവും പതക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല, ജനകീയനായ കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്നതിൽ മാത്രമല്ല, അവരുടെ അടുക്കാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് പ്രശ്നങ്ങളുമായി ചെല്ലുന്നവർക്ക് ഒരിക്കലും ഒരു നോ എന്ന മറുപടി കേട്ടിട്ട് പോരേണ്ടി വന്നിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അത് ഗൾഫിൽ പണം കൊടുത്താൽ മാത്രമേ ഒരു ഡെഡ് ബോഡി വിട്ടുതരൂ എന്ന് പറഞ്ഞാൽ അത് റോയ് കെ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ PA സജി, DCC സെക്രട്ടറിമാരായ ആഗസ്തി അഴകത്ത്, ജോസ് ഊരക്കാട്ടിൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയിമൺ സണ്ണി, അപ്പുക്കുട്ടൻ മാടവന എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും റോയ് കെ പൗലോസിന് സ്വീകരണവും നൽകി. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ, ഇടുക്കി. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടത്തി. തോപ്രാംകുടി അസിസി സ്നേഹാശ്രമത്തിൽ സ്നേഹസ്പർശം എന്ന പേരിൽ നടത്തിയ അനുസ്മരണ പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് DM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് തോപ്രാംകുടി അസിസി സ്നേഹാശ്രമത്തിൽ സ്നേഹസ്പർശം എന്ന പേരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് DM ആഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും കൂട്ടി അദ്ദേഹത്തിന്റെ ജനസ്മരണ പരിപാടിക്ക് തുല്യമായ ഒരു പരിപാടി ലോകത്തിൽ ഒരു ഭരണാധികാരിയും നടത്തിയിട്ടില്ല. 24 മണിക്കൂറും 26 മണിക്കൂറും ഒക്കെ തുടർച്ചയായി നിന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ആളുകൾക്ക് പരാതിയിൽ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് അദ്ദേഹത്തിനെ നേരിട്ട് കാണാത്തതാണെങ്കിൽ അത് ഗവൺമെൻറ് ഫയലിൽ റിപ്പോർട്ട് വരണം. മറിച്ച് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടത് ആണെന്ന് അതിൻ്റെ ആവശ്യമില്ല. DCC ജനറൽ സെക്രട്ടറിമാരായ ജെയ്സൺ K. ആന്റണി, അഡ്വക്കേറ്റ് KB സെൽവം, വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, നേതാക്കളായ ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളമാക്കൽ, അഡ്വക്കേറ്റ് KK മനോജ്, D. ക്ലാർക്ക് സെബാസ്റ്റ്യൻ, PS മേരിദാസൻ, ബുഷ്മോൻ കണ്ണംചിറ, ജോസ് ആനക്കല്ലിൽ, റോബിൻ ജോർജ്, പൊന്നപ്പൻ അഞ്ചപ്ര, KT ജയൻ, സിസ്റ്റർ ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹാശ്രമത്തിലെ അന്തേവാസികളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി. സിറ്റി വിഷൻ, ഇടുക്കി. മൂന്നാർ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ 80ാം വാർഷികാഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കമായി. നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് ശുശ്രൂഷ നടന്നു. വിവിധ ഇടവകകളിൽ നിന്നെത്തിയ വൈദികരും നൂറുകണക്കിന് വിശ്വാസികളും ചടങ്ങിൽ പങ്കാളികളായി. 80 വർഷത്തെ ആത്മീയ പാരമ്പര്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന മൂന്നാർ സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് ശുശ്രൂഷ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു.
മാർത്തോമ്മ സഭാധ്യക്ഷൻ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ്മ മെത്രോപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഫ്രഗൻ തിരുമേനിയും മറ്റ് എപ്പിസ്കോപ്പമാരും സഹകാർമ്മികരായി. ദേവികുളം MLA F. രാജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയകുമാർ, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ദേവാലയങ്ങളിലെ വൈദികർ, വിവിധ ഇടവകകളിൽ നിന്നെത്തിയ വിശ്വാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ, വെള്ളി ഗ്രാമിന് 235 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിലെ ട്രാഫിക് കുരുക്കും അപകടകരമായ ഡ്രൈവിംഗും മയക്കുമരുന്ന് ശൃംഖലയും ഒരുപോലെ ലക്ഷ്യമിട്ട് പോലീസ് കർശന നടപടിയിലേക്ക്. റിസോർട്ടിൽ നിന്നും കാർ മോഷണം ചെയ്ത് കടന്നു കളഞ്ഞ ജീവനക്കാരനെ പോലീസ് പിടികൂടി. ഇത്തവണ വീണ്ടും അർജന്റീന കപ്പടിക്കും. ഈ ലോകകപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിറകിൽ നിന്നും മുന്നിലേക്ക് എത്തുന്ന അർജന്റീന ടീമിനെയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് MP. കൊന്തടി പഞ്ചായത്തിന്റെ ഭാഗമായ പന്നിയാർകുട്ടി കവലയിൽ മാലിന്യക്കൂമ്പാരം നിറഞ്ഞുകിടക്കുന്നതിനാൽ പരിസരം ദുർഗന്ധപൂരിതമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.